വീട്ടിൽ ആർക്കും അങ്ങനെ കാറിനോട് അങ്ങനെ ഭയങ്കര ഫാസിനേഷൻ ഒന്നുമില്ല. റവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് വന്നതാ. പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് മാറിയപ്പോൾ കൺട്രോൾ മാറിയപ്പോഴാണ് കളി മാറിയത്. ഒരു വണ്ടിയോട് മോഹം തോന്നിയാൽ അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്തിട്ട് പിന്നെ അതിലൊരു ഉറക്കം വരില്ല. അങ്ങനെ സംഭവമില്ലേ? പണ്ട് പപ്പയുടെ സുന്ദർപൂസിലേക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന ടാറ്റ സ്റ്റേറ്റ് പാപ്പാടെ കാറ്. അപ്പൊ ഫാദർ വാങ്ങിച്ചതിനടുത്തോണ്ട് തന്നെ നമ്മള് ബൈക്കിനെതിരായിരുന്നു. കാരണം ആ സമയത്ത് ബാവട്ടിനെ പോലെ ബൈക്കാണ് നമ്മുടെ മോഹം. വീട്ടിലുള്ള ഏറ്റവും പഴയ കാറായിരുന്നു എൻ്റെ കാർ. സൗബിനൊക്കെ തമാശയ്ക്ക് പറയും, അത് ഇന്ത്യയിൽ കാണാത്ത സ്റ്റേറ്റുകളില്ല. നമസ്കാരം. ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയൊരു സ്ഥാനം മിക്കവാറും വണ്ടിക്കായിരിക്കും കൊടുക്കുക. നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ആഗ്രഹിക്കും നമുക്ക് ആ വണ്ടി വേണം, ഈ വണ്ടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടിക്കാലം മുതൽ, ഇപ്പോൾ അത് ചെറിയ കളിപ്പാട്ടം മുതൽ അങ്ങ് കോടികളുടെ വാഹനം വരെ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു വണ്ടിപ്രാന്തുള്ള അങ്ങനെയുള്ള എന്നാ പറയുക അങ്ങനെയുള്ള ഒരു 3 പേരാണ്. അപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും വലിയ അതിപ്പോൾ പ്രായം കൊണ്ട് കൂടുതൽ ആയതുകൊണ്ട് എൻ്റെ ഭ്രാന്തിന് കുറച്ച് വർഷങ്ങളുടെ ഞാൻ ഇവിടുന്ന് ബുള്ളറ്റ് ഓടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ പുനെ പഠിക്കുന്ന കോളേജിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദാരിദ്ര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഈ തെലുങ്കന്മാരും കന്നഡക്കാരും ഹിന്ദിക്കാരൊക്കെ ഫുൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബുള്ളറ്റുമായിട്ട് ഇവിടുന്ന് പോയത്. കാരണം അതെന്ന് വെച്ചാൽ അന്നാലേ പെൺപിള്ളേർ ശ്രദ്ധിക്കുള്ളൂ. അതായിരുന്നു നമ്മളതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ വഴി പൂനെ വരെ ഓടിച്ചിട്ട് ഒറ്റ വിടലാണ് ഇവിടുന്ന് അവിടം വരെ. അത് നമ്മുടെ ഭ്രാന്തിൻ്റെ ഒരു തുടക്കം അങ്ങനെയാണ്. എന്താണ് ധ്യാൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഇതിനെക്കുറിച്ച് പറയാനാണ്? കുട്ടിക്കാലത്ത് വണ്ടി ഈ പറഞ്ഞ പോലെ അച്ഛൻ അങ്ങനെ ഈ ആഡംബരക്കാരനോടുള്ള പ്രിയം പുള്ളിക്ക് പണ്ടേയില്ല. കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കാറ് അവർ മറ്റേ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കിയിരുന്ന ഒരാളാണ് ഫാദർ. എന്നുവെച്ചാൽ കാറിന് എന്തിന് ആവശ്യമില്ല, അതൊരു നെസസിറ്റി പോവാ. അവരൊക്കെ അന്ന സമയം ഷൂട്ടിന് പിന്നെ അവർ ഷൂട്ടിന് പോകുന്നു, അവിടെ വണ്ടിയുണ്ട്, അടുത്ത വണ്ടി കയറി, ഏത് വണ്ടി കയറി പോകുന്നെന്ന് പോലില്ല. പിന്നെ പലപ്പോഴും ഏതെങ്കിലും ഒരു വണ്ടിയിൽ അങ്ങ് കയറി പോവുക എന്നുള്ളതായിരുന്നു. അപ്പം അച്ഛനൊരിക്കലും കാറിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കരുത് എന്നല്ലെങ്കിൽ കാറ് പോലത്തെ സ്ഥലത്തിന് വേണ്ടിയിട്ട് സംഭവത്തിന് വേണ്ടി കാറല്ല. നമ്മളിപ്പോ ചെറുപ്രായത്തിൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ബൈക്കാണല്ലോ. അങ്ങനെ ഒരു ബൈക്കിൽ ഒരു പെണ്ണിനൊക്കെ പുറകിലിരുത്തി പോകണം, അങ്ങനെയൊക്കെ വല്ല ഡ്രീം ഉണ്ടായിരുന്നു. ഫാദർ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാത്തതുകൊണ്ട് തന്നെ ബൈക്ക് തീരെ വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. വെച്ചുകഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ. അപ്പൊ ഫാദർ വാങ്ങിച്ചതിനടുത്തോണ്ട് തന്നെ നമ്മള് ബൈക്കിനെതിരായിരുന്നു. കാരണം ആ സമയത്ത് ബാവട്ടിനെ പോലെ ബൈക്കാണ് നമ്മുടെ മോഹം. അന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് വന്ന് RX ഉണ്ട്, പിന്നെ 2 സ്ട്രോക്ക്, പിന്നെ ബുള്ളറ്റ് എവർഗ്രീൻ എപ്പോഴും ഉണ്ട്, Yamaha 350 ഉണ്ട്. അല്ല ഞാൻ പഠിച്ചു തുടങ്ങിയത് ഞാൻ CD100 പിന്നെ ബജാജിന്റെ ഫോറസ്റ്റ് ചാമ്പ്യനിലാണ് തുടങ്ങിയത്, പഠിച്ചു തുടങ്ങുന്നത്. മാമന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വാങ്ങിച്ചേരാത്തോണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഏട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് ബൈക്ക് വാങ്ങിച്ചിരുന്നത്. അത് കവസാക്കിയുടെ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ നിഞ്ച ഉണ്ട്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു പൾസർ അന്ന് ട്രെൻഡായ സമയം. എന്നുവെച്ചാൽ ബജാജിന്റെ ഒരു എന്താ പറയണ്ട, ബജാജ് 2000 കാലഘട്ടം ആ സമയമായിരിക്കും. ബജാജ് ഒന്ന് പിന്നെ ഒന്ന് തുടങ്ങി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഡിസ്കവർ, പൾസർ 180 വന്ന സമയം. പൾസറിന്റെ ആദ്യത്തെ പരസ്യം തന്നെ അങ്ങനെയായിരുന്നു. വെച്ചാൽ 2 പെൺകുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് ഈ ഹെഡ്ലൈറ്റ് പതിയെ ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി മെയിൽ, അങ്ങനെയായിരുന്നു അവരുടെ ക്യാപ്ഷൻ തന്നെ. അപ്പം ബൈക്ക് എന്നും ഭയങ്കര മാൻലി മാച്ചോ മാൻ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ ഞാൻ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെച്ചാൽ ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു പെണ്ണ് ഫ്രീയാ, പെണ്ണ് കിട്ടും. കാരണം ബൈക്ക് ഉള്ളതിന്റെ പുറത്ത്, എൻ്റെ ബൈക്കിന്റെ പുറത്ത് ലവ് ലെറ്ററും പൂവൊക്കെ വെച്ചിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു. അത്രമാത്രം തമിഴ് പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ക്രൈസാണ് ബൈക്കിൽ പോവുക, മറ്റേ വീൽ ചെയ്ത് പോവുക, ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എനിക്ക് ബൈക്ക്, അതിന് മുന്നേ ഞാൻ സെക്കൻഡ്സ് ഒക്കെ 1-2 വണ്ടി പറഞ്ഞ RX ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഇങ്ങനെ വാങ്ങിച്ചു തന്നു.
അപ്പോൾ വാങ്ങിച്ചെന്ന് ഈ കാവസാക്കിയുടെ സിഗ്നേച്ചർ അവരുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറാണ്. കാവസാക്കി നിഞ്ചയുടെ സിഗ്നേച്ചർ കളർ. അപ്പം ഞാൻ ഇത് ബൈക്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബൈക്ക് കൊണ്ട് നിർത്തി ഈ കോളേജ് സ്കൂള് ആ ഏരിയയിലുള്ള ഈ ബേക്കറി വിടുന്ന സമയത്താണല്ലോ നമ്മൾ പോയിട്ട് ഇത്. അപ്പം വിടുന്ന സമയത്ത് അവിടെ പോയിട്ട് ഒരു റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പെട്രോൾ നോക്കും, നിർത്തിയിട്ട് അവിടെ ബേക്കറിന്റെ ഫ്രണ്ടിൽ അങ്ങ് നിർത്തിയിട്ട് ഒരു സിഗരറ്റ് കുലിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈക്കിന്റെ ഓണർ പെൺകുട്ടികളൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി പോകുമല്ലോ. അപ്പൊ ഈ പച്ച കളറ് അധികം ഫെമിലിയർ അല്ല അന്ന്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പോഷ പച്ചയില്ലേ, പച്ച വലിയ പ്രശ്നമാണ്. അപ്പോ അങ്ങനെ ഈ പച്ച കളർ ബൈക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന സിഗരറ്റ് കുലിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് നാടൻ നല്ല പെൺകുട്ടികൾ തമിഴ് കുട്ടികൾ വന്ന സമയത്ത് ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പെണ്ണു ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പാരടി പച്ച കളർ ബൈക്ക് വാങ്ങി വെച്ചെടുക്കാന്ന്. പുച്ഛം. കാരണം ഈ പച്ച ഭയങ്കര അന്ന് അടിച്ചു നിൽക്കുന്ന കളറാണല്ലോ. അപ്പം ഇത് ഇത്രയും വിലപിടിപ്പുള്ള വണ്ടി കണ്ടിട്ട് ഇവർ പുച്ഛിച്ച് കളഞ്ഞു. അപ്പം ഞാനപ്പോൾ എനിക്ക് ആ ഡെസ്പായി പോയി. കാരണം വെച്ചാൽ ഇത്രയും നിഞ്ചയാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം പോലും അന്നുണ്ട്. ഇതുമായിട്ട് കണക്ട് ഞാൻ മഹാരാഷ്ട്ര പഠിക്കുമ്പോൾ അന്നാണ് ഈ RX-100 ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് അതിനു മുമ്പുള്ള നമ്മുടെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ RX-100 ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ചെത്തുപപ്പൻ എന്ന് പറഞ്ഞൊരുവനുണ്ട്. അന്ന് ഭയങ്കര ഫേമസ് ആണ് അവൻ, ചെത്തുപപ്പൻ. അവനാണ് ഈ വണ്ടി കൊണ്ട് വന്നേക്കുന്നത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞോളാം എനിക്ക് ബൈക്ക് വന്നത്. അപ്പം ഞാൻ പുറകെ നടക്കുന്ന ഒരു പെണ്ണ് പനമ്പിള്ളേറിലുണ്ട്. അപ്പോൾ എനിക്ക് അവളൊന്ന് കാണിക്കണം, ഈ ബൈക്കൊന്ന് ഓടിച്ച് കാണിക്കണം. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ബൈക്ക് മേടിച്ച് നേരെ പനമ്പിള്ളേറിൽ വിട്ടു. അപ്പോൾ ഇവിടെ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ ബൈക്ക് കൊണ്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇവള് കണ്ടു, ഹാപ്പിയായി തിരിച്ചു വന്നു. പിറ്റേ ദിവസം കോളേജിലെ ക്യാൻറ്റീനിൽ, മഹാരാഷ്ട്രയിലെ കോളേജിലെ ക്യാൻറ്റീനിൽ വെച്ച് ഞാൻ ഇന്നലെ വന്നിരുന്നല്ലോ. ഞാൻ കണ്ടു അവരൊരു ലൂണ ഓടിച്ചിട്ട് പറഞ്ഞ് ഞാൻ കണ്ടു. ലൂണ അവളുടെ ലൂണ എന്നാണ് ആ ബൈക്കിന് വന്നിരിക്കുന്നത്. RX-100 ആണെന്ന് പറയാൻ പോലും ആ കുട്ടിക്ക് അറിയില്ല. നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ട ബൈക്കുമായിട്ട് പോയിട്ട് ഉണ്ടായ അനുഭവമാണ് ലൂണ എന്ന് പറഞ്ഞത്. കാരണം അത്ര ചെറിയ ബൈക്കാണല്ലോ അത്. എന്താണ് ഫഹദിന്റെ കുട്ടിക്കാലത്തെ മുതലുള്ള ഈ വാഹനങ്ങളോടുള്ള പ്രിയം? ഐ മീൻ അത് കളിപ്പാട്ടം മുതൽ തുടങ്ങാം. അല്ല, എനിക്ക് ഈ കാർ ഫോമാറ്റിനോട് പണ്ട് തൊട്ടേ ഭയങ്കര താല്പര്യമായിരുന്നു. ബൈക്കിനോടില്ല. ബൈക്ക് ഓടിക്കുന്നുള്ളത് അങ്ങനെ ഭയങ്കര ഫാസിനേഷൻ ഒന്നുമില്ല. അല്ല, എനിക്ക് ബൈക്കൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ലോങ് റൈഡ്സ് ഒന്നുമില്ല. വിത്തിൻ കേരള ഇടയ്ക്ക് ഞങ്ങൾ വീക്കെൻഡ്സ് ഒക്കെ പോകാറ്. ആദ്യം സ്വന്തമാക്കിയ വാഹനം സ്വന്തമായിട്ട് മറ്റവരുടെ അല്ല, ഫാദറിന്റെ സ്വന്തമായി വാങ്ങിയ വാഹനം ഏതാണ് ഓർമ്മയുണ്ട്? ഔഡി ഫസ്റ്റ് വാങ്ങുന്നത്. സാൻട്രോ ഗിഫ്റ്റ് കിട്ടിയത്. ആദ്യം സ്വന്തമാക്കുന്ന സാൻട്രോ ആണ്. അത് അപ്പ 12th കഴിഞ്ഞപ്പോൾ. അത് സ്വന്തമാക്കാനുണ്ടായിരുന്ന കഷ്ടപ്പാടും അതിലേക്കുള്ള എങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചു അതിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, വീട്ടിൽ ആർക്കും അങ്ങനെ കാറിനോട് അങ്ങനെ ഭയങ്കര ഫാസിനേഷൻ ഒന്നുമില്ല. ഈ വാപ്പയുടെ പ്രത്യേകത വെച്ചാൽ വാപ്പ പടങ്ങൾക്ക് കാറുകൾ യൂസ് ചെയ്യും. വാപ്പ പണ്ട് പപ്പയുടെ സിന്ധപ്പൂസിലേക്ക് മമ്മൂക്ക യൂസ് ചെയ്യുന്ന ടാറ്റാ സ്റ്റേറ്റ് വാപ്പയുടെ കാറ്. അങ്ങനെ പല പടങ്ങളിലും. പിന്നെ ഒരു ഫോർഡ് എസ്കോർട്ട് ഇറങ്ങിയപ്പം അനീതി പ്രാവലൊക്കെ യൂസ് ചെയ്തു. അപ്പം ബാപ്പ വീട്ടിൽ യൂസ് ചെയ്യുന്ന വണ്ടി സിനിമകളിലും ഉണ്ടാകാറുണ്ടായിരുന്നു. അത്രേ വീട്ടിൽ കാറുകളോടുള്ള ഫാസിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തതാണ് ഓരോ കാറുകൾ ഓടിച്ച്. എനിക്ക് കാറുകളോട് ഉണ്ടായ ഫാസിനേഷനിലാണ് പിന്നെ ഞാൻ കാറുകൾ വാങ്ങി തുടങ്ങിയത്. വീട്ടിൽ നിന്ന് അങ്ങനെ കാറിന് വേണ്ടി പൈസ ഇപ്പോഴും അങ്ങനെ പറയുള്ളൂ. കാറിന് വേണ്ടി പൈസ കളയുന്ന കണ്ടില്ലേ. പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലോങ് ഡ്രൈവ്സ് ഒക്കെ അതേപോലെ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് ലോങ് ഡ്രൈവ്സ് ചെയ്യുന്നതാണ് ഒരുമിച്ച്. നസ്രിയ ഓടിക്കും, ഞാൻ ഓടിക്കും. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റി ഒക്കെ നോക്കി അങ്ങനെയാണ് കാറുകൾ സെലക്ട് ചെയ്യുക. ഈ പണ്ടത്തെ വാഹനങ്ങളിൽ അംബാസഡർ, ജീപ്പ് അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഓടിച്ചുള്ള പരിചയങ്ങളുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ അത്ര ലക്ഷറിയസ് ആയിട്ടുള്ള ഒന്നുമല്ല, വളരെ ഓടിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതായത് പണ്ടൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ, ഇപ്പം ഞാനൊക്കെ എൻ്റെ ജീപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വലിയ പണിയാണ്. അപ്പോൾ വെള്ളയൊക്കെ ഇട്ട് കല്യാണത്തിന് പോകാനായിട്ട് വന്നെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയിലൊക്കെ ഇട്ട് പോണത് മറ്റേതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും തക്കം മുഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേർത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വല്ല അനുഭവങ്ങൾ ഈ മറ്റേ അംബാസഡർ ഇവിടെ അല്ലായിരുന്നു അന്ന് ഓടിച്ചിട്ടില്ല. ഈ അടുത്തൊരു ഷൂട്ടിന് അത് ഓടിച്ചിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് മറ്റേ പ്രീമിയർ പത്മിനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണ്ടത്തെ വണ്ടികൾക്ക് ഫ്ലോർ ഷിഫ്റ്റ് ഗിയർ ആവുന്ന പിന്നീടല്ലേ. ഈ സാൻഡ്രോന്റെ അച്ഛൻ ഞങ്ങൾക്ക് തന്നത് ഏട്ടനും എനിക്ക് തന്നത് ഇതേപോലെ ഒരു സാൻഡ്രോ. കാരണം അന്ന് ഈ സാൻഡ്രോ ഹുണ്ടായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഒരു ഭയങ്കര റെവല്യൂഷൻ ആയിരുന്നു. കാരണം എനിക്ക് ഓർമ്മ വെച്ചാൽ മമ്മൂട്ടിയങ്ങൾ മറവത്തൂർ കനവ് എന്ന് പറഞ്ഞാൽ 97 98 സാൻഡ്രോ വരുന്നത് ഇന്ത്യയിലേക്ക്. അപ്പോൾ മമ്മൂട്ടിയങ്ങൾ അന്ന് മറവത്തൂർ കനവന്റെ ലൊക്കേഷനിലേക്ക് സാൻഡ്രോന്റെ പഴയ മറ്റേ ലൈറ്റ് സാൻഡ്രോ
അപ്പൊ അത് സാൻഡ്രോ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ വണ്ടികളെന്ന് വെച്ചാൽ ഏറ്റവും പ്രീമിയം സാധനമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എസ്റ്റീമും 90,000 ഒക്കെ ദേവുണ്ട് അല്ല സാൻട്രോയും ഇതൊക്കെ ഒരുമിച്ചായിരുന്നു. സാൻട്രോ, ലാൻസർ, ഹോണ്ട സിറ്റി ഇതെല്ലാം. അപ്പം അവിടെ ഞങ്ങൾ ഇത് എടുത്തിട്ട് ലൊക്കേഷനിൽ വന്നു. അതും എനിക്ക് തോന്നുന്നു ഒരു പച്ച കളറായിരുന്നു, ഇതേപോലെ ഒരു പച്ച ലൈറ്റ് ഗ്രീൻ പോലത്തെ സാധനം. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ വണ്ടിയിൽ മൗട്ടിങ്ങളെ പോലെ ഒരാളും ആ സാൻഡ്രോയിൽ ഇരുന്ന് വെച്ചാൽ ഭയങ്കര ആഡംബരത്തിലാണ് വരുന്നത്. പക്ഷെ ഇറങ്ങി വരുമ്പോ വലിയ പാടാ. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇന്ന് ആ സാൻഡ്രോയിൽ പുള്ളി കയറും. നമ്മളെ പഴയ പണ്ടത്തെ കാറുകൾ ഇപ്പോൾ പലരും ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന പല ആളുകളും ഇപ്പം ദുൽഖറൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാറൊക്കെ കളക്ട് ഇവര് രണ്ടുപേരും കൂടി ഇപ്പൊ മറ്റേ ഇത് മേടിച്ചല്ലോ ഫ്രീ മറ്റേ അല്ലല്ല ഞാൻ വാങ്ങിച്ച ഇപ്പോഴത്തെ ഡിഫൻഡർ. പഴയ ഡിഫൻഡർ വാങ്ങിച്ചത് രാജുവും പഴയ ഡിഫൻഡർ വാങ്ങിച്ച് കുറെ കാശൊക്കെ മുടക്കി. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ കംഫർട്ട് തന്നെ മാറിപ്പോയി. കാരണം ഇപ്പൊ നമ്മള് പുതിയ ഒരു ഇത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഇത് കറക്റ്റ് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വില കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഈ പുതിയ വാഹനങ്ങൾ ഓടിച്ചിട്ട് നമ്മൾ പഴയ വാഹനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കാശൊക്കെ മുടക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നാലും പഴയ ഫെസിലിറ്റീസ് അതിനകത്ത് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾക്കിത് കുറച്ച് നമ്മൾ ഉപയോഗിക്കുള്ളൂ. പണ്ടൊക്കെ മറ്റേ എ സി ഒക്കെ ഉള്ള കാറാണ് കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ തെറിക്കും. വെള്ളം തെറിക്കില്ല. പണ്ട് എ സി ഒക്കെ കയറ്റിയാണല്ലോ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാറ് എനിക്കൊരു പെട്രോൾ അംബാസഡർ കാറായിരുന്നു. KLS 1017 എന്നുള്ളൊരു കാറായിരുന്നു. അപ്പോൾ ആ കാറിനകത്ത് ഡീസലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മോഹം പിന്നീട്. അപ്പോൾ അതിനുവേണ്ടി പൈസ ഉണ്ടാക്കി നേരെ തമിഴ്നാട് പോകും. തമിഴ്നാടാണ് ചെന്നൈയിൽ നമ്മുടെ അവിടെയാണ് ഈ എഞ്ചിൻ്റെ ഒക്കെ അപ്പോൾ മെറ്റഡോർ എഞ്ചിനൊക്കെ കയറ്റുന്നത്. മെറ്റഡോറിൻ്റെ എഞ്ചിൻ 301 എഞ്ചിൻ വാങ്ങിച്ചിട്ടാണ് കയറ്റുക. അവൻ അത് അവിടെ നിന്ന് കയറ്റി പാഴ്സൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആ വണ്ടിയിൽ ആ എഞ്ചിൻ കയറ്റാൻ വേണ്ടി ഡെയിലി വർക്ക്ഷോപ്പിൽ പോവും. വൈകിട്ടാകുമ്പോൾ പറയും നാളെയാവും എന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം വരും. അപ്പോൾ ഇന്നെങ്കിലും വണ്ടി ഓടിക്കുക. അപ്പോൾ സ്റ്റാർട്ടൊക്കെ ചെയ്ത് സംഭവമൊക്കെ ചെയ്ത് വൈകിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കാൻ നേരത്ത് എന്തെങ്കിലും പണി കിട്ടും. അയ്യോ അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിനിപ്പോൾ കട അടച്ചു വരുമ്പോൾ നാളെയാവും. എന്നിട്ട് ഈ ഇതൊക്കെ ആയിട്ട് വീട്ടിൽ അങ്ങനത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ സമയമാണ്. അതുപോലെ ഡീസലൈസ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് AC കയറ്റും. സൂപ്പർ കിങ്ങിൻ്റെ AC വെക്കുന്നു. അന്ന് ഇതല്ല സംഭവം. ബക്കറ്റ് സീറ്റ്, ടിൻറ്റഡ് ഗ്ലാസ്, ഫ്ലോർ ഷിഫ്റ്റ് ഗിയർ, ഹാൻഡിൽ ഗിയർ മാറ്റി ഫ്ലോർ ഷിഫ്റ്റ് ആക്കും. ഫ്ലോർ ഷിഫ്റ്റ് ഗിയർ അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ്. പിന്നെ മാഗ് വീല്, അതായത് വലിയ പേര് ജയലളിത വീൽ എന്നാണ് എന്നെ പറയണത്. അങ്ങനെയൊക്കെ അത് ആ വീലിൻ്റെ പേര് അങ്ങനെയായിരുന്നു, ജയലളിത അങ്ങനെയാണ് ആ പേര്. അപ്പോൾ ഇതും കൊണ്ടൊക്കെ നടക്കലാണ് അന്നത്തെ ഏറ്റവും വലിയ സംഭവം. ഞാനൊക്കെ സിനിമയിൽ ഇടിയുള്ള നടക്കുന്ന സമയത്ത് ബിഗിനിങ്ങിൽ അന്ന് എനിക്ക് അംബാസഡർ കാറുണ്ട്, AC-യുമാണ്. പക്ഷെ ഞാൻ ആ കാറ് ഇപ്പോൾ ഫോർട്ട് ഷോർ റോഡിലാണ് ഇടിയെങ്കിൽ ഞാൻ മഹാരാഷ്ട്രയോട് ഇട്ട് നടന്നേ പോവുള്ളൂ. കാരണം കാറ് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ വേഷം കിട്ടില്ല. കാരണം ഇടിക്കാൻ വിളിക്കില്ല. കാറുള്ളവനെ ഇടിക്കാൻ വിളിക്കില്ലല്ലോ. അതാണ് നമ്മുടെ ഒരു ഇതിന്റെ സംഭവം. അങ്ങനെയുള്ള ഒരു 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 എന്താണ് ഒരു ഈ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഈ ഡ്രീമൊക്കെ അന്നും ഉണ്ടല്ലോ. കാറിന് ഇന്ന കാറ് വേണം. അല്ല ആ സമയത്ത് ഉള്ള കാറുകളിൽ ഡ്രൈവ് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയിൽ വരുന്ന സമയത്ത് വീട്ടിലുള്ള ഏറ്റവും പഴയ കാറായിരുന്നു എൻ്റെ കാറ്. ആർക്കും വേണ്ടായിരുന്ന കാർ അത് മാരുതിയുടെ SX4 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചാപ്പാകുരിശും സരോജ് കുമാറൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയായിരുന്നു. അപ്പൊ ആ വണ്ടിയിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇങ്ങനെ വിനീതൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, സൗബിനൊക്കെ ആയിട്ട്. സൗബിനൊക്കെ തമാശയ്ക്ക് പറയും അത് ഇന്ത്യയിൽ കാണാത്ത സ്റ്റേറ്റുകളില്ലാന്ന്. എല്ലാ സ്റ്റേറ്റും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് കിട്ടിയ കാർ ഓടിക്കുക അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലക്ഷറി ഒന്നും ആഗ്രഹിക്കുന്നു അങ്ങനൊന്നും അന്നില്ലായിരുന്നു. അന്ന് ചേട്ടാ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്താൻ തോന്നി അവിടെ നിർത്തും, ഭക്ഷണം കഴിക്കുക, സ്റ്റേ ചെയ്യാൻ തോന്നിയാൽ സ്റ്റേ ചെയ്യും. ഇന്നിപ്പോ എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് പോകണമല്ലോ. അതിനെല്ലാം ഉപരി ഡ്രൈവ് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോ കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള കാസ് നോക്കാം അങ്ങനെയാണ്. ഒരു കാറിനകത്ത് ഫഹദ് എന്താണ് ഉദ്ദേശം? അതായത് അതിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണോ, അല്ലെങ്കിൽ അത് തരുന്ന ഫെസിലിറ്റി ആണോ, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിൻ പവർ ആണോ, അല്ലെങ്കിൽ അത് തരുന്ന സ്റ്റാറ്റസ് സിമ്പിൾ ആണോ, എന്താണ് ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് തന്നെയാണ് അത്. ഇപ്പം നമുക്കിപ്പം വില കൂടിയ കാറുകളുണ്ട്, മീഡിയം റേഞ്ചിലുള്ള കാറുകളുണ്ട്. ഈ വില കൂടിയ കാർ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കാം, പക്ഷെ ഡ്രൈവ് ചെയ്യാൻ മറ്റേ അത്രയും രസമായിരിക്കണമെന്നില്ല. എനിക്ക് ആ ഇന്ററാക്ഷൻ, ഡ്രൈവിംഗ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ മാനുവൽ ഷിഫ്റ്റ് ഗിയർ ആണോ ഇഷ്ടം? മാനുവൽ ഷിഫ്റ്റ് ഇപ്പം എല്ലാം ഓട്ടോമാറ്റിക് ആണല്ലോ വരുന്നത്. മാനുവൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ മാനുവൽ വേണമെങ്കിൽ ഇപ്പൊ പോർഷൊക്കെ നമ്മൾ ഓർഡർ ചെയ്യണം, 3 വർഷം വെയിറ്റ് ചെയ്യണം മാനുവൽ ആക്കി എടുക്കാൻ വേണ്ടി. എൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻസ് ഒന്നും ഇല്ല. പക്ഷെ
മാനുവൽ ട്രാൻസ്മിഷൻ ഇല്ലാതിരിക്കുന്നതാണ്. ഞാൻ ആബ്സെന്റ് മൈൻഡഡ് ആവും ഡ്രൈവ് ചെയ്യുന്ന ഇടയ്ക്ക്. ഓ അപ്പം മിക്കപ്പോഴും എൻ്റെ ഇതിൽ ഞാൻ ഷൂട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് അന്നത്തെ വർക്ക് അതൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുക, അന്നത്തെ സീൻ റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയുടെ ഇടയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമല്ലോ. അതാണ് ഇപ്പൊ വെൽഫെയർ വാങ്ങി സമാധാനമായിട്ട് പുറകിലിരുന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഞങ്ങളൊരു 2 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു മോനെ ഇവിടെ നിന്ന് ഓടി എറണാകുളം വരെ പോയാൽ അപ്പം തന്നെ തിരിച്ചു വരണം. അത് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, ഞാൻ വണ്ടി കയറി കിടന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ചെല്ലണം, എനിക്ക് വൈഫായിട്ട് ഞങ്ങൾ പുറത്ത് പോയി ചായ കുടിച്ച് തിരിച്ചു വന്നു. കറക്റ്റ് 6:45 തിരിച്ചെത്തുവാള്. അപ്പൊ അങ്ങോട്ടുള്ള ഓട്ടത്തിൽ കിടന്നുറങ്ങും, ഇങ്ങോട്ടുള്ള ഓട്ടത്തിൽ കിടന്നുറങ്ങും. സ്പീഡിലൊക്കെ യൂബിന്റെ സമയത്ത് ഓടിച്ചു യൂബിന്റെ സമയത്ത് അവിടെ ഓടിച്ചിട്ട് അതൊരു ഫാക്ട്. വീട്ടിലേക്ക് തിരിച്ചു വരാന്നുള്ളത് ഭയങ്കര സബ് കോൺഷ്യസ്ലി കിടക്കും. 2 മണിക്കൂർ റേഡിയസിലാണെങ്കിൽ എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഡ്രൈവിംഗ്. പിന്നെ ഈ പോർഷെ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിന്റെ കാറാണ് ഞാൻ ദുബായിൽ ഓടിച്ചു പോകുന്നത്. അത് ഓടിച്ചു നോക്കിയാൽ ഭയങ്കര എന്തെങ്കിലും ഇതിനൊരു നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇത് വാങ്ങിക്കണം എന്ന് ഓടിച്ചു തോന്നിയപ്പോൾ തന്നെ തോന്നിയത്. അത്രയും എക്സൈറ്റിംഗ് ആണ്. കുറച്ചായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യും കാർ. അത്രയും എൻ്റെ ഒരു ഡ്രൈവിംഗ് പ്ലഷറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്ത് ഈ കാറുകൾ മാറി മാറി വന്നതാണ്. ധ്യാനിന്റെ ഇനിയിപ്പോൾ ഡ്രീമിലുള്ള ഒരു വാഹനം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, എന്ത് വേണമെങ്കിലും ആവാട്ടെ, ഹെലികോപ്റ്റർ വരെ ആകാം. അല്ല ഞാൻ ബാബട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് വണ്ടി, പഴയ വണ്ടിയും ഇതും വണ്ടിയും റെവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് വന്നതാ. പലപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റിയറിംഗ് മാറിയപ്പോൾ, കൺട്രോൾ മാറിയപ്പോഴാണ് കളി മാറിയത്. വെച്ചാൽ അതുവരെ നമ്മൾ പണ്ട് കാറ് പവർ സ്റ്റിയറിംഗ് ആട്ടോ സൂക്ഷിച്ചു ഓടിക്കുന്നത്, കയ്യിന്ന് പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച തന്നത്. അപ്പൊ ഈ പവർ സ്റ്റിയറിംഗ് വന്ന തൊട്ടിട്ടാണ് ആക്ച്വലി ഡ്രൈവിംഗ് എളുപ്പമായതും പവർ സ്റ്റിയറിംഗ് വന്നപ്പോഴാണ്. അപ്പൊ പഴയ വണ്ടി വ്യത്യാസം എന്ന് വെച്ചാൽ എഞ്ചിനും പരിപാടി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന. ഈ പഴയ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ആ ഫീലും വേറെ തന്നെ. ഇപ്പൊ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു വേറെ തന്നെ ഒരു സുഖമായിരിക്കും. ഇപ്പൊ കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഡെയിലി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയോ അല്ല കാറ് വാങ്ങിക്കുന്നത്, അവരുടെ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ്. എനിക്കൊക്കെ ഡെയിലി ഓടിക്കാൻ പറ്റുന്ന കാറായിരിക്കണം. നമുക്ക് അധികം എഫർട്ട് ഇടാതെ. എനിക്കിപ്പോഴും ഈ മാനുവൽ ഗിയർ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ എന്റെ ഒരു പജീറോ ഉണ്ട് അത്, പക്ഷെ കുറേ വർഷം പച്ച കളറില് അതൊക്കെ കഴിഞ്ഞപ്പോ വന്ന് പക്ഷെ എന്നാലും ഒരു പജീറോ ഉണ്ടാവും. ഇതിപ്പോ ഏത് കളറാണ്? ഇതിപ്പോ ഞാൻ കളർ മാറ്റിയിട്ട് ഞാൻ വേറൊരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ഒരു മാനുവലാണ്. അപ്പൊ അത് പജീറോ എന്റെ പണ്ട് ഉള്ളൊരു സംഭവമായിരുന്നു. ചേട്ടന്റെ ഡ്രീം കാർ ഏതാ? അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോ എന്റെ വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി വാങ്ങിച്ചിട്ട് വീടിന്റെ പുറത്തിട്ട് നടന്നു നിന്നിട്ട് വണ്ടിയുടെ ചീത്ത കേട്ടിട്ടുണ്ട്. ഞാൻ ഇവളോട് പറയേണ്ടതെന്നൊക്കെ വെച്ചിട്ട് വണ്ടി ചെന്നൈയില് മാറ്റിയിട്ടിട്ട് നടന്നു. അപ്പൊ എൻ്റെ അടുത്ത് ചെന്ന് എല്ലാവരും ഫ്രണ്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന പറയും. പക്ഷെ ഇവള് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ഈ സാധനം വന്നു. കാരണം വീട്ടിൽ കയറ്റി തെറി പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടാൻ സ്ഥലമില്ല. എന്നിട്ട് ഞാൻ പതുക്കെ നടന്നൊക്കെ വന്നിട്ട് സാധാരണ സോപ്പൊക്കെ ഇട്ടിട്ട് വാ നമുക്ക് ഇരുന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ ഈ സംഭവം. അങ്ങനെ ഇത് ആശാത്തിക്ക് മനസ്സിലായത് ഇട്ടിരുന്ന വീടിന്റെ അവര് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എന്തിന്റെ സൂക്കേടാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അതിപ്പോ പുതിയ വണ്ടിയായാലും ശരി, ഒരു വണ്ടിയോട് ഒരു മോഹം തോന്നിയാൽ അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്തിട്ട് പിന്നെ അതിലൊരു ഉറക്കം വരില്ല. അങ്ങനെ ഒരു സംഭവമില്ലേ? നമുക്ക് വണ്ടി കിട്ടുന്ന ഒരു ഉറക്കം എന്ന് പറഞ്ഞ സാധനമില്ല. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം അവിടെ കിടന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ ലോൺ അടക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോ പിന്നെ ഒരു വിഷമം വരും. അതുകൊണ്ട് എല്ലാ മാസവും കുറച്ച് ദിവസം ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കാറുകളൊക്കെ എടുക്കുമ്പോഴേ ഇങ്ങനെ വീട്ടില് പ്രശ്നങ്ങളുണ്ടാവും. ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ പറയും എന്താ ആവശ്യമില്ലെങ്കിൽ വിറ്റേക്കുക, പ്രശ്നം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയം വരുമ്പോൾ അത് വിറ്റേക്കുക, അത്രേ ഉള്ളൂ. ഒരു ദിവസം ഓഡിറ്റർ പറഞ്ഞ് ഇത് വാങ്ങിക്കുന്നത്ര എളുപ്പമല്ല ഇത് വിൽക്കാന്ന് പറയുന്നത്. കുറെ പൈസ പോകുന്നുണ്ട് ഈ വിൽക്കാന്ന് പറയുന്നത്. അതെ, നമ്മൾ ഏതൊരു പുതിയ വണ്ടി വാങ്ങിച്ചാലും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 1 കോടിയാന്നിരിക്കട്ടെ, നമ്മളത് വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകിട്ട് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം വെക്കണം അപ്പം 20 ലക്ഷം രൂപ 20 ലക്ഷം അപ്പ പോയി. കാരണം ആ ഇൻഷുറൻസിന്റെ എമൗണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ വണ്ടി ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഇത് ഭ്രാന്താണ്. ഇത് നമ്മുടെ ആഗ്രഹത്തിന്റെ ഒരു എന്താ പറയാ വീട്. ചിലർക്ക് വീട് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ചേട്ടൻ രാവിലെ ചേട്ടൻ സന്തോഷമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ലൊക്കേഷനിൽ വരുമ്പം ചേട്ടൻ ചെയ്യുന്നത് കരയേണ്ട സീനായിരിക്കാം. ആ സീൻ കഴിച്ചുകൊണ്ട് ചേട്ടൻ ചെയ്യേണ്ടത് ചിലപ്പോൾ ചിരിക്കുന്ന സീനായിരിക്കാം. ഇപ്പം നമ്മുടെ ബോഡി പല പല ഇമോഷൻസിലൂടെ പോകുന്ന ഒരു പ്രൊഫഷനിലാണ് നമ്മൾ ഉള്ളത്. അപ്പം അതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇങ്ങനെയുള്ള ഫാൻസിയൊക്കെ ഉണ്ടാകുന്നത് നല്ലതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനൊരു റിലീഫ് പോയിന്റ് വേണമല്ലോ. അതെ തീർച്ചയായിട്ടും. ഇങ്ങനെ അത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയല്ലേ. ചില ആൾക്കാര്
തമിഴിലൊക്കെ മസ്റ്റായിട്ട് കളിക്കാൻ പോകുന്ന കുറേ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട്. പാക്കപ്പ് കഴിഞ്ഞാൽ അപ്പം കളിക്കാൻ പോകും, എല്ലാവരും കൂടെ കയറി ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പം എന്തെങ്കിലും ഒരു ഗിവൻ ഹോബി ഈ പ്രൊഫഷനിൽ മാറി നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രൈവിംഗ് നമുക്ക് തരുന്ന ഒരു സ്ട്രെസ്, ഭയങ്കര ഒരു സ്ട്രെസ് ബസ്റ്റർ അല്ലേ നമുക്ക് നമ്മളെ സംബന്ധിച്ച്. നേരത്തെ ബാബുട്ടൻ ചോദിച്ച പോലെ ഇത് സ്റ്റേറ്റസ് ആണോ, സ്റ്റേറ്റസ് സിമ്പിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. കാരണം ഇതൊക്കെ നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർ, സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ കാറിൽ ഒരു എസ് ക്ലാസ്സിലോ ഒരു ബാക്കിലിരുന്ന് പോകുന്ന ആൾക്കും അയാൾക്കതൊരു സ്റ്റേറ്റസ് സിമ്പലും, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോഴും ആൾക്ക് കാർ ഒരു സ്റ്റേറ്റസ് സിമ്പലായിരിക്കും. നമ്മളൊക്കെ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിൽ അത് ഓടിച്ചിട്ട് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി സ്റ്റേറ്റസ് സിമ്പലിന് അപ്പുറം നമ്മൾ ചിന്തിക്കുന്ന എന്താണ് അതിന്റെ ഒരു ഫീൽ തരുന്നത്, അത് ഓൺ ചെയ്യുക എന്നുള്ള ഒരു ഹോൾ ഫീലിംഗ് ഇസ് ഡ്രൈവിംഗ് ദാറ്റ് കാർ. തീർച്ചയായിട്ടും. കാരണം ഒരു പോർഷ വാങ്ങിച്ചിട്ട് ബാക്ക് പോയി ഇരിക്കില്ലല്ലോ. അല്ല, അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് ആ സീറ്റിന്റെ കംഫർട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഇറങ്ങുന്ന കാറുകൾ. പിന്നെ നമ്മൾ ഈ കാറിനോട് ഇഷ്ടം, ഇപ്പം എനിക്കിപ്പം ഡയറക്റ്റ് എൻ്റെ കാർ സർവീസ് ചെയ്യുന്ന പിള്ളേരുടെ നമ്പറൊക്കെ ഉണ്ട്. ആ കാറിനോട് ഇഷ്ടം അവരോടും കാണും. അവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ വിളിക്കും, അവരുടെ ആവശ്യങ്ങൾക്ക് അവരെന്നെ വിളിക്കും. ഇതിനകത്തൊക്കെ റിലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് വിഷമം വരുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു ഒരു കാര്യത്തിനൊരു ആൻസർ കണ്ടെത്തുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം സിക്സ് ആഗ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് അങ്ങനെ എനിക്ക് സ്ട്രൈറ്റ് റോഡ് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അധികം പോകുന്നത് ആലുവന്ന് നേരെ മൂന്നാർക്ക് വിടും. പ്രത്യേകിച്ച് നമ്മുടെ നേരുവങ്ങനാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കാടും റേഞ്ചും ഇല്ല. അപ്പൊ അവിടെ നല്ല റോഡുമാണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓടിച്ചവിടെ ചെല്ലുമ്പോഴേക്കും എന്റെ മനസ്സിന് റിലീഫ് കിട്ടും. ഒന്നില്ലെങ്കിൽ കരഞ്ഞു തീർക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉള്ള സാധനം. ഒരു വിഷമം വരുമ്പോൾ വണ്ടി എടുത്തിട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഹാപ്പി ആയിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റവും രസകരമായ ഒരു കാര്യം വെച്ചാല് കഴിഞ്ഞ മനോരമ ഇതിന്റെ ഇപ്പൊ പരിപാടിക്ക് ഇവര് ഭാര്യ ഭർത്താവും കൂടി വരാന്ന് ഏറ്റിരിക്കുന്നു. ഞാൻ ചേട്ടാ ഞങ്ങൾ ഇറങ്ങാണ്. അത് കഴിഞ്ഞ് ഇവർ ഇറങ്ങിയത് എനിക്കറിയാം, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിയാം. പിന്നെ ഇവർ അവിടെ എത്തിയില്ല. ഇപ്പൊ ഞാൻ ഇന്നാണ് നസ്രീനെ കണ്ടപ്പോൾ ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് ഡ്രൈവ് പോയി ചേട്ടാ, ഇപ്പൊ സമയം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഞങ്ങൾ അങ്ങോട്ട് പോയി പീരിമേടോ അങ്ങനെ എങ്ങോട്ടും പോയി ഡ്രൈവ് ചെയ്ത് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം വന്ന്. കാരണം ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. അല്ലെ അൺഎക്സ്പെക്ടഡ് അൺപ്ലാൻ ഡ്രൈവ്സ് ഭയങ്കര രസമാണ്. ഞാനിപ്പോ പറയുകയാണ് ഇങ്ങനെ മൂന്നാറിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, നല്ല രസമാണ്, അങ്ങനെ അധികം ഗസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പ്രൈവസി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് പോയി ട്രൈ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ അത് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലോസ് ക്യാബിനകത്ത് നമ്മളൊരു വീട്ടിലിരിക്കുമ്പോൾ ഷെയർ ചെയ്യുന്ന പോലെയല്ല. നമ്മളെ തൊട്ടടുത്തൊരു കോറൈഡർ ഇരിക്കുന്നു, നമ്മുടെ ഒരു പാർട്ട്ണർ ഇരിക്കുന്നു. നമ്മൾ ആ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ പോയാലും നമ്മളെ എല്ലാവരും നോക്കുന്നത്. ഇതിനകത്ത് നമ്മളെ എല്ലാവരെയും നോക്കുന്നത് അവര് കാണുന്നില്ലല്ലോ. നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിലിങ്ങും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ കാറിലായിരിക്കും, സംസാരം കാറിലായിരിക്കും. പിന്നെ ആൾക്കാരെ കണ്ടുപോവുക, മനുഷ്യന്മാരെ കണ്ടുപോവുക, വെറുതെ ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഇതുണ്ട്. എനിക്ക് വന്ന് മഹേഷ് കഴിഞ്ഞിട്ട് എനിക്ക് മഹേഷ് സമയം ലൊക്കേഷൻ ഞാൻ വന്നിരുന്നു. അന്ന് എനിക്കൊരു ലിഫ്റ്റ് വന്നിട്ട് ഞങ്ങള് മൂന്നാറിന്ന് വീട് വരെ സംസാരിച്ചോണ്ടാ വന്ന്. അന്ന് ഈ പറഞ്ഞത് ഈ കാറിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അന്നൊരു എനിക്കൊന്ന് E63 എൻജിന്റെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിനു ശേഷം അപ്പൊ തന്നെ വണ്ടി എടുത്തിട്ട് ആലപ്പുഴക്ക് പോയി. രാത്രി കൂപ്പർ എടുത്തിട്ട് ആലപ്പുഴക്ക് പോയി. മിക്ക വണ്ടികളും മമ്മൂക്കാടുത്ത് കണ്ടിട്ടാണല്ലോ. ഞാനൊക്കെ X5 ആദ്യമായിട്ട് കാണുന്നത് മമ്മൂക്കാടുത്ത്. ആക്സിലേഷൻ കൊടുക്കുമ്പോൾ നമ്മള് കൊടുക്കുമ്പോൾ കയറി പോവാണല്ലോ. എനിക്കതല്ല, എനിക്ക് ആ എഞ്ചിന്റെ സൗണ്ടും അതൊന്നും കേൾക്കാത്ത ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല. ചേട്ടൻ വണ്ടി തട്ടില്ലെന്ന് ചേട്ടൻ ഉറപ്പുണ്ട്. അപ്പൊ ചേട്ടന്റെ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പുറത്തിരിക്കുന്ന എനിക്കത് തോന്നണമെന്നില്ല. നമുക്ക് ഫോൺ വഴിക്കുള്ള എല്ലാവരും ചെയ്ത പറയുന്നുണ്ട്. പോലീസ് പിടിക്കാൻ നമ്മൾ നിർത്തണമല്ലോ.